ബുധദശ ഇനിയും തുടങ്ങാൻ പോകുന്നു. പുണർദ 27 വയസ്സിന് ശനിദശ കഴിഞ്ഞു. ഇനി 44 വയസ്സ് വരെ ബുധദശ. ഒരു തിരുവോണം 65 വയസ്സിട്ടേക്കുന്നു. തിരുവോണം 65 വയസ്സിനാണെന്നുണ്ടെങ്കിൽ ശനിദശ കഴിയുന്നു. അവർക്ക് ബുധദശ ആരംഭിച്ചു. 82 വയസ്സ് വരെ ബുധദശയാണേ. ശനി ആയിരുന്നു ഇത്രയും നാളും, കഴിഞ്ഞു ശനി. ഇനിയും ബുധദശ ആരംഭിച്ചു. 82 വയസ്സ് വരെ ബുധദശ. നിർത്തണോ? ഇത്രയും നിർത്തിയിട്ട് നോക്കണം. ഇത്രയും പേരുടെ കുറച്ച് പേര് അങ്ങ് പോയില്ല. ആയില്യം ഒരു 9 വയസ്സ്. ആയില്യം 9 വയസ്സ്. ആയില്യം 9 വയസ്സിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജനനം തന്നെ 8.5 വയസ്സ് വരെ അതിനെ ബുധദശയിലാണ് ജനനം. 8.5 വയസ്സ് കഴിഞ്ഞല്ലോ, 9 വയസ്സായല്ലോ. ഇനിയും കേതുദശയാണ്. 15.5 വയസ്സ് വരെ കേതുദശ. കുറച്ച് പേരെ പിടിച്ച് നിർത്തണം. ഇത് ഹൃദ്യയുടെ ഒക്കെ ഞാൻ പറഞ്ഞതാണ്, മുമ്പേ ഞാൻ പറഞ്ഞത് ഹൃദ്യയുടെ ഒക്കെ കേട്ടോ. ഒരു വിശാഖ 24 വയസ്സ്, വിശാഖ 24 വയസ്സുള്ള വിശാഖത്തെയാണെന്നുണ്ടെങ്കിൽ 27 വയസ്സ് വരെ ശനിയെ. പുണർദം മായ ഇട്ടേക്കുന്ന 37 വയസ്സ്. 37 വയസ്സുള്ള പുണർദത്തിനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത സമയമാണല്ലോ. 44 വയസ്സ് വരെ ബുധദശയാണ് കേട്ടോ. ബുധദശ. ഒരു രജനി എന്ന് പറഞ്ഞ തിരുവാതിര 45 വയസ്സിട്ടേക്കുന്നു. 45 വയസ്സുള്ള തിരുവാതിരക്കാർക്ക് ബുധദശയിലാണ് ഇപ്പോൾ നടക്കുന്നത്. 61 വയസ്സ് വരെ ബുധദശയാണ്. ഒരു തിരുവോണം 25 വയസ്സിട്ടേക്കുന്നു. തിരുവോണം 25 വയസ്സുള്ള തിരുവോണത്തിന്